പാലിയക്കരയിൽ ടോൾ പിരിവ് താൽക്കാലികമായി നിർത്തിവെച്ചു. തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റേതാണ് ഉത്തരവ്. അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഗതാഗതക്കുരുക്കിനെ തുടർന്നാണ് നടപടി. ഗതാഗതക്കുരുക്ക് ഒഴിവാക്കണമെന്ന് നേരത്തെ കരാർ കമ്പനിക്ക് നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഇത് സാധിക്കാത്ത സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് ടോൾ പിരിവ് താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള നിർദ്ദേശം വന്നിരിക്കുന്നത്. സൂരജ് സജി വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സൂരജ്, വിവരങ്ങൾ എന്താണ് സൂരജ്? ടി കെ, ഈ അടിപ്പാത നിർമ്മാണത്തെ തുടർന്ന് തൃശൂർ ഇടപ്പള്ളി മണ്ണൂത്തി ദേശീയപാതയിൽ വിവിധ ഇടങ്ങളിൽ മണിക്കൂറുകൾ നീളുന്ന ഗതാഗതക്കുരുക്കാണ്. പ്രത്യേകിച്ച് ഈ ചിറങ്ങര അടക്കം കടന്നു കിട്ടണമെങ്കിൽ പലപ്പോഴും വലിയ ഗതാഗതക്കുരുക്കാണെന്നുള്ളതാണ് ഈ പ്രദേശവാസികളും ഈ വഴിയാത്രക്കാരും അടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. ഇവരുടെ ദുരിതം പലതവണ നമ്മൾ തന്നെ പുറത്തുവിട്ടതാണ്. ഈ പശ്ചാത്തലത്തിൽ കളക്ടർ നിരവധി തവണ യോഗങ്ങൾ വിളിക്കുകയും പല പരിഹാരങ്ങൾ ഈ നാഷണൽ ഹൈവേ അതോറിറ്റിയുമായൊക്കെ ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷേ ഇതൊന്നും ഫലപ്രാപ്തിയിൽ എത്തുന്നില്ല. അതോടൊപ്പം തന്നെ പല നിർദ്ദേശങ്ങളും പാലിക്കപ്പെടുന്നു. ഈ സാഹചര്യത്തിലാണ് ഈ പാലിയക്കരയിലെ ടോൾ പിരിവ് തന്നെ നിർത്തിവെക്കാൻ ഈ കളക്ടർ ഉത്തരവിട്ടിരിക്കുന്നത്. ടോൾ നൽകി പോകുന്ന യാത്രക്കാരന് സുഗമമായ യാത്രാ സൗകര്യം ഒരുക്കുക എന്നുള്ളത് ടോൾ കമ്പനിയുടെ ഉത്തരവാദിത്തമാണ്. അത് നടപ്പാക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ ഇത്തരത്തിലൊരു അസാധാരണ നടപടിയിലേക്ക് പോയതെന്നുള്ളതാണ് കളക്ടർ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ ഉത്തരവ് ഇറങ്ങി ഇപ്പോൾ മണിക്കൂറുകളാകുന്നു. പക്ഷേ ഇതുവരെയും ഈ ഉത്തരവ് സംബന്ധിച്ച ഒരു നടപടിക്രമത്തിലേക്ക് പോയിട്ടില്ല, അല്ലെങ്കിൽ അത് ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കുന്നതിലേക്ക് പോയിട്ടില്ല. പോലീസിന് ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. റൂറൽ SP ലഭിച്ച ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ചാലക്കുടി DYSPയോട് തുടർ നടപടി സ്വീകരിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇപ്പോഴും പാലിയക്കരയിൽ ഈ ഉത്തരവ് നിലനിൽക്കെ തന്നെ ഈ ടോൾ പിരിവ് തുടരുകയും ചെയ്യുകയാണ്. ടി കെ, സൂരജ് സജി തൃശൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.